ഈ ഡോക്യുമെൻ്ററിയിൽ പറയണത് ജസ്റ്റ് കോൺസ്പിരസി മാത്രമാണെങ്കിൽ പിന്നെ അത് എന്തുകൊണ്ട് യൂട്യൂബ് തന്നെ അതെടുത്ത് റിമൂവ് ചെയ്ത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യൂട്യൂബ് ആ ഡോക്യുമെൻ്ററിയിൽ ചെറിയൊരു ഭാഗം ഇട്ടപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കി. ഈ ഡോക്യുമെൻ്ററിയുടെ പേരാണ് ഔട്ട് ഓഫ് ഷാഡോസ്. ഈ ഡോക്യുമെൻ്ററി എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് വെച്ചാൽ, കുറേ പേര് പിസാഗേറ്റ്, ചൈൽഡ് ട്രാഫിക്കിങ് അല്ലെങ്കിൽ സാത്താനിസം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോൺസ്പിരസിയാണെന്ന് മാത്രം വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അത് ഈ ഡോക്യുമെൻ്ററി കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് റിയലൈസ് ആവും അത് വെറും ഒരു കോൺസ്പിരസി മാത്രമല്ല. ഇതിലാദ്യം കാണിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് സ്മിത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റണ്ട്മാൻ. പുള്ളി ധാരാളം പടത്തിലൊക്കെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്കുണ്ടായ എക്സ്പീരിയൻസും പുള്ളി റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാണ്ട് തന്നെ CIA സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിക്ക് ഹോളിവുഡിൽ ഇൻവോൾവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയാസിലൂടെയാണ് അല്ലേ? നമ്മളെന്ത് കാണണം, നമ്മളെന്ത് കേൾക്കണം, നമ്മളെന്ത് അറിയണം എന്നുള്ളത് മീഡിയാസ് നമുക്ക് എന്ത് തരുന്നു അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മീഡിയാസിലൂടെ നമുക്ക് റിസീവ് ചെയ്യണ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മൈൻഡിലോട്ട് കയറുന്നത്. അതല്ലാതെ ധാരാളം കാര്യങ്ങൾ മീഡിയാസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മീഡിയാസിന് പുറത്തും മീഡിയാസിൽ വരാത്ത കാര്യങ്ങളുണ്ട്. നിങ്ങൾ MK അൾട്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വേൾഡ് വാർ ടൈമിലാണ് MK അൾട്ര ഹ്യൂമൺ എക്സ്പെരിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴുള്ള മൈൻഡ് സെറ്റിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇലക്ട്രിക് ട്രീറ്റ്മെൻറ്റിലൂടെ ന്യൂ ഐഡിയാസ് അവർ ഇംപ്ലാൻറ്റ് ചെയ്യും. പക്ഷെ അത് ഇപ്പോഴത്തെ സെലിബ്രിറ്റീസിലൊക്കെ അത് യൂസ് ചെയ്യാനുണ്ടെന്നുള്ളതാണ് കാര്യം. അതിനൊരു ഉദാഹരണമായിട്ട് ലേഡി ഗാഗ കാറിലോട്ട് കയറുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതല്ലാണ്ട് ഹോളിവുഡിൽ സാത്താനിക് റിച്വൽസ് അതിൻ്റെ സിംബോളിസവും നല്ല രീതിക്ക് തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ധാരാളം ചൈൽഡ് അബ്യൂസ് സാത്താനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റിക്കി ജെർവൈസ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഗോൾഡൻ ഗ്ലോബൽ അവാർഡ്സിൽ വന്നിട്ട് ചൈൽഡ് അബ്യൂസിനെ കുറിച്ചും ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ആ ടൈമിൽ പറയുമ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് ഒരു പന്തികേട് തോന്നും. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസാഗേറ്റിനെ കുറിച്ച് പറയുന്നത്. പിസാഗേറ്റ് കോൺസ്പിരസി ആണെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ ഡോക്യുമെൻ്ററി കാണിക്കുന്ന ഒരു ജേർണലിസ്റ്റ് പുള്ളിക്കാരി ചോദിക്കണ അല്ലെങ്കിൽ പുള്ളിക്കാരി പറയണ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു അൺനോൺ ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ധാരാളം ഇമെയിൽ IDs കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് തൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. ആ ഇമെയിൽ ID എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിഡോഫൈലിയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ആ ഇമെയിൽ IDയിൽ കുറച്ച് കോഡ് വേർഡ്സ് കണ്ടെത്തിയതായിട്ട് പുള്ളി പറയുന്നുണ്ട്. അതിലൊരു കോഡ് വേർഡ്സാണ്, നിങ്ങൾക്ക് 1 മണിക്കൂറിന് പിസ്സ തിന്നണോ അല്ലെങ്കിൽ പിസ്സ വേണോ എന്നാണ് ആ കോഡ് വേർഡ്സ് പറയണത്. 1 മണിക്കൂറിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം. ടർഫിൽ ഫുട്ബോൾ കളിക്കാം, 1 മണിക്കൂറിന് കഫേ പോയി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഈ 1 മണിക്കൂറിന് പിസ്സ തിന്നണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണത്. 1 മണിക്കൂറിന് നമ്മൾ പിസ്സ തിന്നുകൊണ്ടിരിക്കുമോ? അതെന്താണ് അതിൻ്റെ ലോജിക്കെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആ ഇമെയിൽ ID ആരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കണം എന്നുള്ളത് ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. പിന്നെ ജെഫ്രി എപ്സ്റ്റീൻ്റെ കാര്യം. ജെഫ്രി എപ്സ്റ്റീൻ ആരാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം ധാരാളം ചൈൽഡ് അബ്യൂസ് ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു വാർത്ത വന്നത്. പക്ഷെ അത് സൂയിസൈഡല്ല, അത് ഒരു കൊലപാതകം തന്നെയാണെന്നാണ് ഈ ഡോക്യുമെൻ്ററിയിൽ തെളിയിക്കുന്നത്. പിന്നെ ജെഫ്രി എപ്സ്റ്റീന് പ്രൈവറ്റ് ഐലൻഡ് ഉണ്ടായിരുന്നു. ആ പ്രൈവറ്റ് ഐലൻഡിൽ വിസിറ്റ് ചെയ്ത കുറച്ച് പേരുടെ ലിസ്റ്റ് ഈ ഡോക്യുമെൻ്ററിയിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡോക്യുമെൻ്ററിയിൽ പറയണത് സ്പിരിറ്റ് വോക്കിംഗ് ഡിന്നറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ച് ധാരാളം കാര്യങ്ങളോടെയും ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്. ഞാനപ്പോൾ എല്ലാം പറഞ്ഞ് സ്പോയിലർ ആക്കണില്ല. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ ഡോക്യുമെൻ്ററി കണ്ടിരിക്കേണ്ട ഒന്നാണ്. ചൈൽഡ് ട്രാഫിക്കിങ്ങും പിഡോഫൈലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു 2ാം ഭാഗം വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളങ്ങനെയാണെങ്കിൽ പിക്ചർ വെച്ച് ഒന്ന് കുറച്ച് മനസ്സിലാക്കിയെടുക്കുക. അത്രയും ഡീപ്പായിട്ട് മനസ്സിലാകണമെങ്കിൽ ആ ഡോക്യുമെൻ്ററി എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിലൂടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ ആൾക്കാരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയാലും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ആൾക്കാരായാലും അവർക്ക് വേറൊരു മുഖം കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മീഡിയാസിൽ പറയണത് കേട്ട് മാത്രം ഇങ്ങനെ വിശ്വസിച്ചിരിക്കരുത്. നമ്മൾ ഔട്ട് ഓഫ് ബോക്സും അന്വേഷിച്ച് പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ യുവർ ബസ്. All the comics and show business don't know what this is.